2026 മാർച്ച് 8 ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ICC T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് തകർപ്പൻ വിജയത്തോടെയാണ് ഇന്ത്യ കിരീടം നേടിയത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഈ നിർണായക മത്സരത്തിൽ T20 ലോകകപ്പ് കിരീടം വിജയകരമായി നിലനിർത്തുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറി. അതോടൊപ്പം സ്വന്തം മണ്ണിൽ ലോകകപ്പ് ഉയർത്തുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും അവർ സ്വന്തമാക്കി. ഇതോടെ ഇത് ഇന്ത്യയുടെ മൂന്നാമത്തെ T20 ലോകകപ്പ് കിരീടമാണിത്. ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ ഫോർമാറ്റിൽ തങ്ങളുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ ഈ വിജയം ഇന്ത്യയെ സഹായിച്ചു. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ആതിഥേയത്വം വഹിച്ച ഈ ടൂർണമെന്റ് 2026 ഫെബ്രുവരി 7 ആരംഭിച്ചത്. ഒടുവിൽ കലാശിച്ചത് ഈ ആവേശകരമായ ഫൈനലിലാണ്. 86,000-ൽ അധികം കാണികളാൽ തിങ്ങിനിറഞ്ഞ നരേന്ദ്രമോദി സ്റ്റേഡിയം ബാറ്റിംഗിലും ബോളിംഗിലും അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിന്റെ ചരിത്രപരമായ വിജയത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഈ വിജയം വ്യക്തിഗത മികവിന്റെ മാത്രം ഫലമായിരുന്നില്ല, മറിച്ച് ടൂർണമെന്റിലുടനീളം കണ്ട മികച്ച ടീം വർക്കിന്റെയും ഒത്തൊരുമയുടെയും കൂടി വിജയമായിരുന്നു. കിരീടത്തിലേക്കുള്ള യാത്രയിൽ ഒരൊറ്റ മത്സരം മാത്രമാണ് അവർക്ക് നഷ്ടമായത്. ഇന്ത്യയുടെ ഇന്നിംഗ്സ് ശരിക്കും ഒരു റെക്കോർഡ് പ്രകടനമായിരുന്നു. 5 വിക്കറ്റിന് 255 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് അവർ അടിച്ചെടുത്തത്. T20 ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണിത്. ഈ റൺവേട്ടയ്ക്ക് നേതൃത്വം നൽകിയത് സഞ്ജു സാംസണായിരുന്നു. വെറും 46 പന്തിൽ 89 റൺസെടുത്ത സഞ്ജു തകർപ്പൻ ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. ന്യൂസിലൻഡിന് മുന്നിൽ വലിയൊരു ലക്ഷ്യം വെക്കുന്നതിൽ സഞ്ജുവിന്റെ പ്രകടനം നിർണായകമായി. പിന്നീട് ഈ ടൂർണമെന്റിലുടനീളം സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തിരഞ്ഞെടുത്തു. 3 അർദ്ധസെഞ്ചുറികളടക്കം 321 റൺസാണ് സഞ്ജു ടൂർണമെന്റിൽ ആകെ നേടിയത്. സഞ്ജുവിന് കൂട്ടായി വെറും 21 പന്തിൽ 52 റൺസ് തകർത്തടിച്ച അഭിഷേക് ശർമ്മയും 25 പന്തിൽ 54 റൺസ് നേടിയ ഇഷാൻ കിഷനും കൂടിയുണ്ടായിരുന്നു. ടോപ്പ് ഓർഡറിലെ ഈ വെടിക്കെട്ട് പ്രകടനങ്ങൾ ന്യൂസിലൻഡ് ബോളിംഗ് നിരയെ അപ്പാടെ തകർത്തെറിയുകയും കളിയുടെ തുടക്കത്തിൽ തന്നെ മികച്ചൊരു റൺനിരക്ക് ഉറപ്പാക്കുകയും ചെയ്തു. 256 റൺസ് പിന്തുടരുക എന്നത് ന്യൂസിലൻഡിന് വലിയൊരു കടമ്പയായി മാറി. കാര്യമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അച്ചടക്കമുള്ള ഇന്ത്യൻ ബോളിംഗിന് മുന്നിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ ഓരോന്നായി പൊഴിഞ്ഞു. ഒടുവിൽ 19 ഓവറിൽ 159 റൺസിന് ന്യൂസിലൻഡ് ഓൾ ഔട്ടായി. 96 റൺസിന്റെ വലിയൊരു തോൽവിയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ന്യൂസിലൻഡിനായി 26 പന്തിൽ നിന്ന് 5 സിക്സറുകളടക്കം 52 റൺസെടുത്ത് ടിം സെയ്ഫർട്ട് ടോപ്പ് സ്കോററായി. എന്നാൽ ഇന്ത്യയുടെ മികച്ച പ്രകടനത്തിന് മുന്നിൽ ഈ ഒറ്റയാൾ പോരാട്ടത്തിന് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 35 പന്തിൽ 43 റൺസെടുത്ത് മിച്ചൽ സാന്റ്നറും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യൻ ബൌളർമാർ ഒരുമിച്ചുണ്ടാക്കിയ സമ്മർദ്ദം കാരണം റൺസ് പിന്തുടരുമ്പോൾ ന്യൂസിലൻഡിന് ഒരിക്കലും ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആവശ്യമായ റൺ റേറ്റ് പതിയെ ഉയർന്ന് അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നുപോവുകയായിരുന്നു. ജസ്പ്രീത് ബുംറയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി പന്തെറിഞ്ഞവരിൽ ഏറ്റവും തിളങ്ങിയ താരം. ഒരു കിടിലൻ പ്രകടനത്തിലൂടെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡും ബുംറ സ്വന്തമാക്കി. 4 ഓവറിൽ വെറും 15 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റെടുത്ത ബുംറയുടെ പ്രകടനം ന്യൂസിലൻഡ് ബാറ്റിംഗ് നിരയെ വരിഞ്ഞുമുറുക്കുകയും പ്രധാനപ്പെട്ട കൂട്ടുകെട്ടുകൾ തകർക്കുകയും ചെയ്തു. 3.75 എന്ന മികച്ച ഇക്കണോമി റേറ്റിൽ പന്തെറിഞ്ഞ ബുംറയുടെ ഈ പ്രകടനം ഒരു ലോകകപ്പ് ഫൈനലിലെ എക്കാലത്തെയും മികച്ച ബൌളിംഗ് പ്രകടനങ്ങളിലൊന്നായി മാറി. വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലും നിർണായക പങ്കുവഹിച്ചു. 27 റൺസിന് 3 വിക്കറ്റെടുത്ത് ന്യൂസിലൻഡിന്റെ മധ്യനിരയെ അദ്ദേഹം കൂടുതൽ തകർത്തു. 2026 T20 ലോകകപ്പിൽ 14 വിക്കറ്റുകൾ വീതം നേടി ഏറ്റവും കൂടുതൽ വിക്കറ്റെടുത്തവരിൽ ബുംറയും വരുൺ ചക്രവർത്തിയും ഒന്നാമതെത്തി. ഈ കൂട്ടായ ബൌളിംഗ് പ്രകടനം ന്യൂസിലൻഡിന് ഒരു തിരിച്ചുവരവിനും അവസരം നൽകാതെ അവരുടെ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കി. ഇതൊരു സാധാരണ വിജയമല്ല, ഇന്ത്യയുടെ മൂന്നാമത്തെ ICC പുരുഷ T20 ലോകകപ്പ് കിരീടമാണിത്. ഇതോടെ ഇംഗ്ലണ്ടിന്റെയും വെസ്റ്റ് ഇൻഡീസിന്റെയും 2 കിരീടങ്ങൾ എന്ന റെക്കോർഡ് ഇന്ത്യ മറികടന്നു. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി കിരീടം നിലനിർത്തുകയും സ്വന്തം മണ്ണിൽ വെച്ച് കപ്പ് ഉയർത്തുകയും ചെയ്തതോടെ ഇന്ത്യൻ ടീമിന്റെ ആധിപത്യം ഒന്നുകൂടി തെളിയിക്കപ്പെട്ടു. 96 റൺസിന്റെ ഈ തകർപ്പൻ വിജയം T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാർജിനാണ്. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ആതിഥേയത്വം വഹിച്ച ഈ ടൂർണമെന്റിൽ 20 ടീമുകൾ 55 മത്സരങ്ങളിലായി 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് ഏറ്റുമുട്ടിയത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരം ഈ ചാമ്പ്യൻഷിപ്പിലുടനീളം ഇന്ത്യ കാണിച്ച സ്ഥിരതയാർന്ന പ്രകടനത്തിനും തന്ത്രപരമായ മികവിനും ലഭിച്ച ഏറ്റവും മികച്ച അംഗീകാരമായിരുന്നു. ആയിരക്കണക്കിന് ആവേശഭരിതരായ ആരാധകരാൽ നിറഞ്ഞ അഹമ്മദാബാദിലെ അന്തരീക്ഷം ഇന്ത്യൻ ക്രിക്കറ്റിന് ഈ വമ്പൻ വിജയം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു.